അപ്പോഴേ നമ്മളീ കാണുമ്പോൾ ചൂണ്ടിടാൻ വേണ്ടി പോണേ. അപ്പോൾ നിങ്ങൾ കയറി നമ്മളത് ഊത്തപ്പെടുത്തണമെന്ന്. പക്ഷേ ഇത് ഊത്തപ്പെടുത്തമല്ല, നമ്മളിത് 1 മാസം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ വീഡിയോ നമ്മൾ നേരത്തെ 2 ആഴ്ച മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സീസണിലെ പെരുമഴ തുടങ്ങിയ സമയത്താണ് ചൂണ്ടിടാൻ വന്നിട്ടുള്ളത്. റോഡും റീലും ഉപയോഗിച്ച് മീൻ പിടിക്കുന്നുണ്ട്. കൈയും കാലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോണ്. ചൂണ്ടയും കങ്കൂസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോണ്. അപ്പോൾ ഈ കാണൽ കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് രോഹു മീനാണ്. മനസ്സിലായില്ലേ? അത് മുട്ടയിടാൻ പരുവൊന്നും ആവാത്ത ചെറിയ രോഹു മീനാണ്. ഏകദേശം 1/2 കിലോ ഒക്കെ പ്രായം വരുന്ന, 1/2 കിലോ താഴെ തൂക്കം വരുന്ന രോഹു മീനുകളൊക്കെയാണ് ഈ കാണുന്നത് നമ്മൾ പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലും മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നീരാളിയില്ലേ, നീരാളി ചൂണ്ടൊക്കെയാണ് നമുക്ക് കൂടുതലും മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ചൂണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ കൊടുത്തേക്കും. മനസ്സിലായി? വേണമെങ്കിൽ കറി വാങ്ങിക്കാൻ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഉപയോഗിക്കുന്നവർ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത്. അനാവശ്യമായിട്ട് പൊട്ടിച്ച് ആറ്റിലും തോട്ടിലും കൊണ്ടിടാൻ വേണ്ടി പാടില്ല. അനാവശ്യമായിട്ട് അവിടെ ഇവിടെ കൊണ്ടിടാൻ പാടില്ല. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടുണ്ട് അവർ ചെയ്യാനായിട്ട്. അതല്ലാത്തവരതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊത്തി കഴിഞ്ഞാൽ വലിയ പണിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ചൂണ്ടയെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീരാളിയാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 100% റിസൾട്ട് കിട്ടുന്ന സംഭവമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നതായിരിക്കും. വലിക്കാർ വേണമെങ്കിൽ നിങ്ങൾ വാങ്ങാവുന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അനാവശ്യമായിട്ട് ഈ ഒരു സമയത്ത് എവിടെയും കൊണ്ട് ചൂണ്ടിടാൻ പാടില്ല. മനസ്സിലായി? ഇപ്പം മീൻ പിടിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഈ കാണുന്ന പോലെ ഒരു 3-4 ചെറിയ രോഹു ഉണ്ടാ, ഈ കാണുന്നൊരു സൈസിലെ ചെറിയ രോഹു നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ചാടി മരുന്നതും ചൂണ്ടയിടുന്നതും മീൻ പിടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ചിഞ്ചി കാണുന്ന പാറപ്പുറത്ത് മഴയത്ത് തണുത്ത് പറച്ച് കിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിത്തിലുള്ളൂ. മീൻ പിടിച്ചപ്പം ചൂണ്ടയിട്ടപ്പം മഴ പെയ്തപ്പം നിങ്ങൾ ചൂണ്ടയാതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പം ഞാനൊരു വീഡിയോ ഇട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് മീൻ കിട്ടിയുണ്ടായി. കാരണം കുറച്ച് മീൻ കിട്ടിയപ്പോൾ നമ്മുടെ എന്താ പരിപാടിത്തിലുള്ളൂ. വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. ടാറ്റാ ടാറ്റാ.